അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ച് ആഖിറത്തിൽ വിജയിക്കണമെന്നുദ്ദേശിച്ച് അവരെ മുഖത്തേക്കൊന്ന് നോക്കിയാലും വിജയിക്കും. മടവൂരൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അതിൽപ്പെട്ട മൽഹറു ജമാലി മുഹമ്മദാണ്. ഖുത്ബുൽ ആലം സിഎം വലിയുള്ളാഹ്, അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ഇവരൊക്കെ മൽഹറു ജമാലി മുഹമ്മദാണ്. മുഹമ്മദിയ സൗന്ദര്യത്തിന്റെ പ്രത്യക്ഷമാണ് അതിലൂടെ നമ്മൾ കണ്ടത്. സിഎം വലി മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ചുർക്കാണ് കാണോക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ആ ചുർക്കല്ലേ? മുഹദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചുർക്ക് റസൂലുള്ളാഹിന്റെ ചുർക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. وعبد القادر مشهور اسمي وجدي محمد عين الكمال. അവരുടെ വാക്കാണ്, മുഹദ്ദീൻ ശൈഖിന്റെ വാക്കാണ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് പണിയിൽ പ്രസിദ്ധനായ അബ്ദുൽ ഖാദിർ ഉണ്ടല്ലോ ഞാൻ, പക്ഷേ എന്റെ വെളിച്ചമല്ല. മുഹമ്മദുൻ ഐനുൽ കമാലി, പൂർണ്ണതയായ എന്റെ ബല്ലിപ്പയുടെ വെളിച്ചം എന്നിലൂടെ വന്നതാണ്. എന്റേതൊന്നുമില്ല, എന്റെ ബല്ലിപ്പാടെ വെളിച്ചം എന്നിലൂടെ നിങ്ങൾ കണ്ടതാണെന്ന് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. سراج منير محمد مصطفى. സിറാജു അല്ല, സിറാജു മുനീർ, പ്രകാശം സദാ നയവും സമയവും പ്രകാശം ഒഴുകി പരത്തുന്ന വിളക്കാണ്. ആര്? മുഹമ്മദ്. അങ്ങനെയാണ് ആര്? മുഹമ്മദ്. അപ്പൊ സദാ നേരം എന്ത് കൊടുക്കണം? വെളിച്ചം കൊടുക്കണം. ആ വെളിച്ചത്തിന്റെ പരിധിയിൽ നിന്നവർക്കൊക്കെ വെളിച്ചം കിട്ടും. ചന്ദ്രൻ പരിധിയിൽ നിന്നപ്പോൾ പൂർണ്ണചന്ദ്രനായി. അവിടുന്ന് പോയ അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ മുഅ്മിനായെ പ്രശോഭിച്ചാൽ അത് ആരുടെ മദ്ഹറാണ്? ആരാണ് അവിടെ വെളിവായത്? മുഹമ്മദാണ്. ചന്ദ്രനെ നാം പ്രശോഭിതമായി ചന്ദ്രനായി കണ്ടാൽ സത്യത്തിൽ വെളിവായത് ആര് തന്നെയാണ്? സൂര്യൻ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ, മനസ്സിലായില്ല നിങ്ങൾക്ക്? ചന്ദ്രൻ പ്രകാശിച്ച് പ്രശോഭിതമായി പ്രകാശിച്ചാൽ അത് സൂര്യന്റെ മദ്ഹറാണ്. സൂര്യന്റെ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടതാണ് എവിടെ? ചന്ദ്രനില്ലേ. അപ്പൊ പ്രകാശം ആരുടെ തന്നെയാണ്? സൂര്യന്റെ തന്നെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അത്തിപ്പറ്റ മൈദീൻ കുട്ടി മുസ്ലിയാരായാൽ അവിടെ നമ്മൾ കാണുന്നത് മുഹമ്മദ് നബിയെ തന്നെയാണ്. അതാണ് ഈ പറഞ്ഞ വായന. ഒരു മുഅ്മിനായ മനുഷ്യൻ തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരായാൽ അത് ആരുടെ മദ്ഹറാണ്? മുഹമ്മദിയ പ്രകാശത്തിന്റെ മദ്ഹറാണ്. അവിടെ കാണുന്നത് ആരെ തന്നെയാണ്? മുഹമ്മദ് നബിയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ബഹുമാനപ്പെട്ട ബാഫഖ് സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങളായാൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ആരെന്നെയാണ്? ആരാണത്? മുഹമ്മദിയ ജമാലാണ് കണ്ടത്. സിറാജ് മുനീറിന്റെ വെളിച്ചം കിട്ടിയതാണ്. അതിന് ആ അടുപ്പത്തിൽ നിന്നുകൊടുത്തതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അകന്ന വെളിച്ചം അങ്ങനെ കിട്ടുമോ? അള്ളാഹു കാക്കട്ടെ. നമ്മൾ നബീനാകുന്നതിനനുസരിച്ച് നമുക്ക് വെളിച്ചം അങ്ങനെ കിട്ടുമോ? നമ്മൾ നബിയിലേക്ക് വരുന്നതിനനുസരിച്ച് അങ്ങനെ വരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്ക, അള്ളാഹു തൗഫീഖ് തരട്ടെ. സത്യാനട്ടാ, നിങ്ങളത് വീട്ടിൽ പോയി ഒന്ന് പഠിച്ചു നോക്ക് എന്താ ഈ പറഞ്ഞതെന്ന്. ശിഹാബുരങ്ങളെ മുഖത്ത് നമ്മൾ കണ്ടിരുന്ന ചന്തം മുത്തുനബിയുടെ ചന്തമാണ്. അത് മനസ്സിലായില്ലേ? മുത്തുനബി അള്ളാഹുവിൻ്റെ ചന്തമാണ്, നമ്മൾ മുത്തുനബിയുടെ ചന്തമാണ്. നിങ്ങളിൻ്റെ കൂടെ അല്ലേ? ശിഹാബുരങ്ങളെ മുഖത്തേക്ക് നമ്മൾ നോക്കിയപ്പോൾ കണ്ടിരുന്ന ആ പ്രകാശം ഉണ്ടല്ലോ, ആ പ്രകാശം ആരുടെ പ്രത്യക്ഷമാണ്? മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. കണ്യത്തുകാർ മഹാനായ കണ്യത്തുസ്ഥാനിന്റെ മുഖത്ത് നമ്മൾ കണ്ടിരുന്ന പ്രകാശം അത് ജമാല് മുഹമ്മദാണ്. അത് പുണ്യ റസൂലിന്റെ പഴകാണ്. ചിന്തിക്കണം. ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് അവരെ മുഖത്ത് കണ്ടിരുന്ന തേജസ് അത് മദ്ഹർ മുഹമ്മദാണ്. അവിടെ പ്രത്യക്ഷപ്പെട്ടത് മുഹമ്മദ് മുസ്തഫയാണ്. എന്തുകൊണ്ട്? ഹബീബായ നബിയോട് അത്ര അടുപ്പത്തിൽ നിന്നതുകൊണ്ടാണ് ആ തേജസ്സിക്ക് ആ പ്രകാശം കിട്ടിയിട്ടുള്ളത്. മുത്തുനബിയോ അപ്പോൾ ഇവരെല്ലാം നബിയുടെ ചന്ദ്രന്മാരാണ്. നബിയോ വദാഇനി ഇലല്ലാഹി ബിഇذنി വസിറാജം മുനീറാ. ശിഹാബുതങ്ങളും ബാഫഖ് തങ്ങളും ഒക്കെ ആരാണ്? നബിയുടെ ചന്ദ്രന്മാരാണ്. നബിയോ എപ്പോഴും പ്രകാശമുള്ള വിളക്കാണ്. ഇവർക്ക് രണ്ടവസ്ഥ ഉണ്ട്. പ്രകാശം ഉണ്ടാവും ചെയ്യും, പ്രകാശം ഇല്ലാതിരിക്കുകയും ചെയ്യും. നബിയോട് അടുത്ത് നിൽക്കുമ്പോൾ പ്രകാശം ഉണ്ടാവും. നിങ്ങൾ എൻ്റെ കൂടെ വരണം കേട്ടാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നീട്ടിയിട്ട് കാര്യമില്ല. കാസേരി കടന്ന് കുറച്ച് ആളുകൾ ഉറങ്ങുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം. എന്നോട് ഇത് വേറൊരാളാണ് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ 4 ദിവസത്തിന് ഉറങ്ങൂലായിരുന്നു.
അങ്ങനെ തോർത്താനാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പറയാണ്, ഒരു തൗഫീഖുള്ള വർത്തമാനം പറയാണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കും എനിക്കും ഇത് കൊല്ലക്കണക്കിന് മതിയാവും. അങ്ങനത്തെ ഒരു വയറിലാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ വൽപ്പത്രമല്ല, മുത്തുനബിൻ്റെ വൽപ്പത്രം എന്നിലൂടെ വെളിവാവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലുമല്ല, എനിക്കൊന്നും അറിയില്ല. മുത്തുനബിൻ്റെ വൽപ്പത്രമാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണ് തിരുപ്പഞ്ചിക്കാരൻ മുഹമ്മദ് എന്ന മനുഷ്യന് ഈങ്ങിച്ചിടച്ചൊരു വസ്ത്രവും മേടിച്ച് അങ്ങനെ നടന്നിരുന്ന മനുഷ്യൻ്റെ അഴകും നോക്കിയിട്ട് ആ കീഴ്ശ്ശേരി അങ്ങാടിയിൽ നട്ടുച്ച നേരത്ത് ഇങ്ങനെ ആളുകൾ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീടിനെ മുകളിൽ ഈ മനുഷ്യൻ ഇരിക്കുക, എന്നിട്ട് നട്ടുച്ച വെയിലത്ത് കീഴ്ശ്ശേരി അങ്ങാടി നട്ടുച്ച വെയില്, മനസ്സിലായില്ലേ? ഈ മനുഷ്യന്റെ മോട്ടേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ഒരു സംഘം ജനങ്ങൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടവരൊന്ന് കയ്യൊന്തിക്ക് ഇല്ലേ? മജീദ് കണ്ടിട്ടില്ലേ? എത്ര ഇതാ കണ്ടിട്ടില്ലേ? ഇല്ലേ? ഇല്ല. നട്ടുച്ച വെയില് ഒരു ഉദാഹരണം കേട്ടോ. ഏത് നേരം ആ മനുഷ്യൻ ഇങ്ങനെ വന്ന് ആ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറിയിട്ട് അവിടെ ഇങ്ങനെ കാലിങ്ങനെ ആക്കിയിരിക്കും, ഇല്ലേ? ഓർമ്മയില്ലായിരുത്തം അങ്ങനെ ഇരിക്കും. ആ മനുഷ്യൻ വരേക്കുന്നല്ല, ആ മനുഷ്യൻ ഇങ്ങോട്ടോ നോക്കിയിരിക്കും, ഇരിക്കിങ്ങനെ ഒലിക്കും. അത് വല്ല ലോഹിലേക്ക് നോക്കിയിരിക്കും. കാമിലായ വലിയായിരുന്നു. അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. കാമിലായ വലിയാണ് ആര്? തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ കാമിലായ വലിയാണ്. ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് പറയും, വെറുതെ ഇരിക്കല്ല, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. കാമിലായ വലിയാണ് കേട്ടോ. കാമിലായ വലിയാണ്, സംശയിക്കണ്ട, കാമിലായ വലിയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ നോക്കും. ആ മനുഷ്യൻ നോക്കിയിരിക്കും. ആ മനുഷ്യൻ നോക്കുന്നത് എന്തിലേക്കായിരിക്കും? ചിലപ്പോൾ ലോഹിലേക്ക്, മുഹമ്മദീയ ജമാലിലൂടെ ലോഹ് കാണാൻ കഴിയുന്നുണ്ടാവും. അല്ലാഹു അഅലം. മലക്കൂത്തൊക്കെ കാണാൻ അവർക്ക് കഴിയും, ജബറൂത്തും നാസൂത്തൊക്കെ കാണാൻ അവർക്ക് ഇവിടുന്ന് ഭൂമിയിലിരുന്നാൽ കാണാൻ കഴിയും. അവർക്ക് മനുഷ്യന്മാർ എന്ത് ചെയ്യാന്നറിയോ? ഈ നട്ടുച്ച വെയിലത്തും മഴയത്തും ഈ മനുഷ്യന്മാർ നിന്ന് എവിടേക്ക് നോക്കുക? ഈ മര്യാദക്ക് അലക്കി കുളിക്കാത്ത അല്ല, അങ്ങനെ തന്നെയല്ലേ? ആ മുഴിഞ്ഞ കുപ്പായിട്ട് അങ്ങനെ നടക്കും അല്ലേ? പറയല്ലേ? ചിന്തിക്ക്. ഈജു ഞാനും കുപ്പായിട്ട് ആരും നോക്കി? ഞാനും കുപ്പായിട്ട് നടന്നിട്ട് ആരും നോക്കി? എൻ്റെ ഓള് നോക്കൂല, പിന്നുണ്ട് വേറുള്ളവര്. പിന്നെ എന്റെ നോക്കിയത് അത് മൽഹർ മുഹമ്മദാണ്, അത് മുഹമ്മദിന്റെ പ്രത്യക്ഷമാണ്. അതിന്റെ അർത്ഥം മുഹമ്മദ് നബി പുനരവതരിച്ചു എന്നല്ല, നബിയുടെ പ്രകാശം ആർക്ക് കിട്ടിയതാണ്? മുഹമ്മദ് മുസ്ലിയാർക്ക്. പറ, ആ പ്രകാശം അടിച്ചതാ. പ്രകാശം കൊടുക്കാനുള്ള അധികാരം നബിക്കുണ്ട്. കാരണം മുനീർ, പ്രകാശം കൊടുക്കുന്ന ആൾ എന്നാണ് നബിയുടെ പേര്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറ. പ്രകാശം കൊടുക്കണ വിളക്കാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവിടെ എല്ലാ ഔലിയാക്കന്മാർക്കും പ്രകാശം കൊടുക്കാൻ ആർക്ക് കഴിയും? കഴിയും. അവരെ മുഖത്ത് കണ്ട പ്രകാശം ആരുടേതല്ല, ആരുടേതാണ്? റസൂലുള്ളാഹിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ശിഹാബുലങ്ങളൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്ത തേജസ് കണ്ടില്ലേ? അതാരെ വിളിച്ചാണ്? മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, മുഹമ്മദ് മുസ്തഫ. എന്തായി കേൾക്കണത്? നമ്മൾ അലക്കി കുളിച്ച് പൗഡർ ഇട്ട് നടന്ന ആരും നോക്കൂല. അമ്മ വശിഞ്ഞിരിക്കുന്ന മനുഷ്യന്മാരെല്ലാവരും നോക്കും. അതിന്റെ അഴക്, അതിന്റെ ഭംഗി കണ്ണെടുക്കൂല ആരും. ഇങ്ങനെ നോക്കി ആ മനുഷ്യനെ. ചിന്തിക്കണം. നമ്മൾ വിളിച്ചാൽ ആരും വരില്ല. അവർ വിളിക്കാതെ ആൾ വന്ന് അങ്ങനെ കൂടും. നമ്മൾ വിളിച്ചാലും വരില്ല. നമ്മളൊരു വയലൊക്കെ ഉണ്ടാക്കിയിട്ട് 7 മണിക്ക് തുടങ്ങും പറഞ്ഞാൽ 8 മണിക്കൊന്നും തുടങ്ങൂല. എന്തുകൊണ്ട്? അളത്തൂല. അവരാട്ടി വിട്ടാലും ജനം പോകൂല. അവരവിടെ തന്നെ വെക്കും. പിന്നെ അവിടെ വെക്കും. എന്തുകൊണ്ട് പ്രകാശം കൊടുക്കുന്ന വിളക്കാണ് മുഹമ്മദ് മുസ്തഫ. ആ പ്രകാശം പല മുഖത്തേക്കും അടിച്ചിട്ടുണ്ട്. ഞങ്ങളെ അയൽപ്പെടുത്തണം പടച്ചോനെ. ഒന്ന് മനസ്സിലാവുന്ന പറ. ആ പ്രകാശം ഞങ്ങളെ മുഖത്തേക്കൊന്ന് തരണം പടച്ചോനെ. അല്ലാ അത് ഞങ്ങൾക്കും തുറന്നു തരണമേ റബ്ബേ. അല്ലാ അത് കിട്ടി തൗഫീഖ് തരണമേ റബ്ബേ. ഇന്ന ലില്ലാഹി റിജാലൻ من نظر إليهم نظرة
ലാ സഇദ ലാ യസ്ഖാ ബഅദഹാ അബദാ. ഓഹോ അല്ലല്ലാ, നല്ല വർത്താനം. ഇന്ന ലില്ലാഹി റിജാലൻ, ഇന്ന ലില്ലാഹി റിജാലൻ മൻ നളറ ഇലൈഹിം നളറതൻ സഇദ ലാ യസ്ഖാ ബഅദഹാ അബദാ. അള്ളാഹ്ക്ക് ചില പ്രത്യേകമായ ദാസന്മാർ അള്ളാഹുവിനുണ്ട്. അള്ളാഹ്ക്ക് ചില ആധീരന്മാരുണ്ട്. മൻ നളറ ഇലൈഹിം നളറതൻ, അവരെ മുഖത്തേക്കാരെങ്കിലും ഒരു വട്ടം നോക്കിയാലും സഇദ, അവര് വിജയിക്കും. ലാ യസ്ഖാ ബഅദഹാ അബദാ, പിന്നവൻ ദോഷിയാവുകയില്ല. അല്ലാ, അതെന്ന് പറഞ്ഞാൽ തീരില്ല ആ ഹദീസിന്റെ വ്യാഖ്യാനം. എവിടുന്ന് അവർക്ക് ഇത് കിട്ടിയത്? മിൻ ജമാലി മുഹമ്മദ്, മിൻ ജമാലി മുഹമ്മദ്. അല്ലാഹുവിന് ചില ഇഷ്ടദാസന്മാരുണ്ട്. ആ ഇഷ്ടദാസന്മാരെ പ്രത്യേകത പറയുകയാണ്. മൻ നളറ ഇലൈഹിം നളറതൻ സഇദ, ആരെങ്കിലും അവരെ ഒന്ന് നോക്കിയാൽ നോക്കിയവരെല്ലാം വിജയിക്കും. പഞ്ചാമത് മുസ്ലിയാര് അങ്ങനെ ഉദാഹരണം, നോക്കിയൊക്കെ നോക്കിയാൽ ജയിക്കും. അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് ആഖിറത്തിൽ വിജയിക്കണമെന്നുദ്ദേശിച്ച് അവരെ മുഖത്തേക്കൊന്ന് നോക്കിയാലും വിജയിക്കും. മടവൂരൊരു മനുഷ്യനുണ്ടായിരുന്നു, അതിൽപ്പെട്ട മൽഹറു ജമാലി മുഹമ്മദാണ്. ഖുത്ബുൽ ആലം സിഎം വലിയുള്ളാഹ്, അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ഇവരൊക്കെ മൽഹറു ജമാലി മുഹമ്മദാണ്. മുഹമ്മദിയ സൗന്ദര്യത്തിന് പ്രത്യക്ഷമാണ് ആരിലൂടെ നമ്മൾ കണ്ടത്? സിഎം വലിയ. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ചുർക്കണ കണ്ണൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു മാച്ചോർക്കല്ലേ? മുഹദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചോർക്ക് റസൂലുള്ളാഹിന്റെ ചുർക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅബ്ദുൽ ഖാദിർ മശ്ഹൂർ ഇസ്മി വജദ്ദി മുഹമ്മദുൽ ഐനുൽ കമാലി. അവരുടെ വാക്കാണ്, മുഹദ്ദീൻ ശൈഖിന്റെ വാക്കാണ് റളിയല്ലാഹു അൻഹു. വഅബ്ദുൽ ഖാദിർ മശ്ഹൂർ ഇസ്മി, നിങ്ങൾക്ക് ഇടയിൽ പ്രസിദ്ധനായ അബ്ദുൽ ഖാദിർ ഉണ്ടല്ലോ ഞാന്, പക്ഷേ എന്റെ വെളിച്ചമല്ല. വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി, പൂർണ്ണതയായ എന്റെ വല്ലിപ്പയുടെ വെളിച്ചം എന്നിലൂടെ വന്നതാണ്. എന്റേതൊന്നുമില്ല, എന്റെ വല്ലിപ്പാടെ വെളിച്ചം എന്നിലൂടെ നിങ്ങൾ കണ്ടതാണെന്ന് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അല്ലാഹ്, ആ വെളിച്ചം ഞങ്ങളിലൂടെയും നീ കാട്ടണമേ പടച്ചോനെ, നീ തൗഫീഖ് തരണമേ റബ്ബേ. തീരുവില്ല കുട്ടിയെ, കോടി മനുഷ്യർ ഇനി വന്നാലും അവർക്കെല്ലാം പ്രകാശം കിട്ടാൻ മാത്രമുള്ള നൂറ് ആരിലുണ്ട്? മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ അവിടത്തേക്ക് വന്ന പ്രകാശം അടിക്കും. അതുണ്ടെങ്കിൽ അങ്ങോട്ട് പ്രകാശത്തിൽ നടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാ സത്യമാണ്. പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ മനുഷ്യനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിത് പറയുന്നത് ഇവിടേക്കല്ലട്ട. പിന്നെ ഏതെങ്കിലും നാട്ടുകാർ എപ്പോഴെങ്കിലും കണ്ടാലും ഒരാൾ നന്നായെങ്കിലും വിചാരിച്ചിട്ടാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മോശമെന്നല്ല. പറഞ്ഞ അർത്ഥത്തിലൊന്നും ആരും ഇത് മനസ്സിലാക്കൂല. നമുക്കിതൊന്നോട്ട് തിരിയൂല. എന്താ തിരിയാത്ത എന്നാൽ ദുനിയാവ് നമ്മളെ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു കാക്കട്ടെ. രണ്ട് വാതിൽ ഒരേ സമയത്ത് തുറക്കാൻ കഴിയില്ല. ഒന്ന് ദുനിയാവിൻ്റെ വാതിലും ഒന്ന് ആഖിറത്തിൻ്റെ വാതിലും. ദുനിയാവിൻ്റെ വാതിൽ തുറക്കാൻ നടക്കുന്നവർക്ക് ആഖിറത്തിൻ്റെ വാതിൽ തുറക്കാൻ കഴിയൂല. ആഖിറത്തിൻ്റെ വാതിൽ തുറക്കാൻ നടന്നവരോ ദുനിയാവിൻ്റെ വാതിൽ ശ്രദ്ധിച്ചിട്ടുമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വർത്താനമില്ല, ഒരു കാര്യമില്ല. അവരോട് വെളിവായാൽ മുഹമ്മദീയ ജമാലി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിവായാൽ അവരെ കാൽക്കൂഴിൽ വീഴും. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവരും ഒക്കെ വീഴും. ആ കാൽക്കൽ വീഴും. അത്തിപ്പറ്റക്കാരൻ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന മനുഷ്യൻ മരിച്ചിട്ട് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരും കരഞ്ഞല്ലോ. ഹൈന്ദവ സന്യാസിമാർ പോലും ആ മനുഷ്യന്റെ കബറിടത്തിൽ കുഴിമാടത്തിൽ വന്നിരുന്ന് നമ്രശിരസ്കരായി ഇരുന്ന് കരയുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്ര കണ്ടില്ലേ? എത്രയാണുള്ളത്? നിങ്ങൾ കണ്ടില്ലേ? ആരാ കാണാത്ത?
എന്തുകൊണ്ട്? അവരൊക്കെ പടച്ചോൻ്റെ ആളുകളാണ്. പടച്ചോൻ്റെ ആളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരാണ്. അതിൽ ഹിന്ദു മുസ്ലിം ഒന്നും ഇല്ല. നമ്മളെ പോലെയല്ല. നമ്മൾ ദുനിയാവിന് നടക്കും. നമ്മൾ ലക്ഷ്യം ദുനിയാവാണ്. ഈ ഭൗതികമായ പ്രപഞ്ചം, അവിടുത്തെ ലാഭം, അവിടുത്തെ നേട്ടം, അവിടുത്തെ ആളാകൽ, അവിടുത്തെ വീട്, അവിടുത്തെ മണിമാളികകൾ, അവിടുത്തെ പണം, അവിടുത്തെ നേട്ടം, അല്ലാത്ത ലക്ഷ്യമില്ല. അത്തിപ്പറ്റക്കാരൻ കുട്ടിയായിരുന്നില്ല. അത് മുഹമ്മദാണ്, മുഹമ്മദ് മുസ്തഫ. തങ്ങളുടെ ജമാലിന്റെ അഴകിന്റെ നിദർശനമായിരുന്നു ആ വലിയ മനുഷ്യൻ. ആ മനുഷ്യൻ മരിച്ചിട്ട് എത്ര ഹിന്ദുക്കൾ കരഞ്ഞു, എത്ര മുസ്ലിം കരഞ്ഞു, എത്ര ക്രിസ്ത്യാനി കരഞ്ഞു, കണ്ടില്ലേ? അതാ പറഞ്ഞത്. ഏത് കാലത്ത് വർഗീയത കൊണ്ട് എങ്ങനെയാണ് മറ്റൊരു മതക്കാരനെ കൊത്തിനുറുക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്ന ആധുനിക വെളുപ്പാങ്കാലത്തല്ലേ അതൊക്കെ സംഭവിച്ചത്. ഇന്നലല്ലേ ഇന്ന്. എന്നിട്ട് എന്താ അങ്ങനെ? എന്തങ്ങനെ? അപ്പോൾ ശംസുദ്ദീൻ മുഹമ്മദ് ഇബ്നു അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലൂടെ അച്ഛന്റെ കയ്യും പിടിച്ചു പോയ ഒരു സംഭവം എസ്.കെ. പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥയിൽ പറയുന്നുണ്ട്. ഒരു വൈകുന്നേരത്തിൽ, സ്കൂളില്ലാത്ത ഒരു വൈകുന്നേരത്ത്, ഞാനും എൻ്റെ അച്ഛനും കൂടെ കോഴിക്കോട്ട് കടപ്പുറത്തേക്ക് നടക്കുകയായിരുന്നു. ശൈഖിന്റെ പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ കയ്യിലുള്ള കാശ് പെട്ടിയിലിട്ടു അച്ഛൻ. തപ്പിപ്പിടിച്ച് എനിക്കും ഒരു നാണയത്തുട്ട് തന്ന് എന്നോട് ആ പണ്ടാരപ്പെട്ടിയിൽ ഇടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അത് മുസ്ലിമിൻ്റെതല്ലേ, നമ്മൾ എന്തിനാണ് ഇവിടെ ഇടുന്നത്? അപ്പോൾ അച്ഛൻ എന്ന് കാണിച്ചു, മിണ്ടല്ലേ എന്ന് കാണിച്ചു. ഒരു ദേശത്തിന്റെ കഥയിലുണ്ട് ഈ സംഭവം. ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും അനുമാപ്പെട്ടിയിൽ അച്ഛൻ മിണ്ടല്ലേ എന്ന് കാണിച്ചതുകൊണ്ട് ഞാൻ മിണ്ടാതെ നാണയത്തൊട്ട് ഞാനും ആ ശൈഖിന്റെ പള്ളിയിലെ പെട്ടിയിലിട്ടു. റോട്ട് പക്കത്തൊരു പണ്ടാരപ്പെട്ടി ഉണ്ടായിരുന്നു, അതിലിട്ടിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, അവിടെ ഒരു വലിയ മനുഷ്യൻ കിടക്കുന്നുണ്ട്. വലിയ മനുഷ്യർ മുസ്ലിമിൻ്റെതോ ഹിന്ദുവിൻ്റെതോ അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു ദേശത്തിൻ്റെ കഥയിലുണ്ട് ഇതിൻ്റെ സംഭവം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ പറഞ്ഞത്? എന്താണ് ആ വാക്ക്? അതൊക്കെ പൊന്നു കെട്ടി പാട്ട് വെക്കണ്ടേ? എന്തിവിടെ സംഭവിച്ചത്? എന്താ മനുഷ്യനിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യനിൽ മഹത്വമുള്ള മനുഷ്യർ നാട് നീങ്ങി. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായില്ലേ പറഞ്ഞത്? മഹത്വത്തെ ആരും അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ തന്നെ ആളുകൾ വന്നു, എന്ത് മാറ്റും, എന്ത് മുസ്ലിം, എന്ത് അത്തിപ്പറ്റ, എന്ത് സിയം വരെയുള്ള എന്ന് ചോദിക്കുന്ന ഹമാക്കത്തിന്റെ അയലുകാർ നമ്മുടെ സമുദായത്തിൽ തന്നെ കൂടി തുടങ്ങി അല്ലേ? പറ അവരെ ഞാൻ അമുക്കുകൾ എന്ന് പറഞ്ഞതിന് പിന്നെ പിൻവലിക്കുകയാണ്. എന്തുകൊണ്ട്? അമുക്കുകൾക്കും അത്ര അമാക്കത്തുണ്ടാവില്ല. അവരെ അമുക്കുകൾ എന്ന് പറഞ്ഞാൽ അമുക്കുകൾ കേസ് കൊടുക്കും. ആ ജാതി അമുക്കുകൾ. ഈ അഴകാർന്ന അഴകിനെ, ഈ മുഹമ്മദി അഴകിനെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അജിബുത്തുല്ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു ഇർഹാദൽ ജമാല വലാ യഖുമു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ആ ബൈത്ത് ചൊല്ലിയിട്ടുള്ളത്. ഈ സൗന്ദര്യം കണ്ടിട്ട് എണീറ്റ് നിൽക്കാനാവാത്തവരെ, നിങ്ങൾ എന്ത് വിഡ്ഢികളാണ്, നിങ്ങൾ എന്ത് വിഡ്ഢികളാണ്. അജിബുത്തുല്ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യർഹാദൽ ജമാല വലാ യഖുമു. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുസ്തഫ നബിയുടെ മദ്ഹറിൽ നിന്നോളി, നമുക്കും ഇങ്ങനെ കിട്ടും. മനസ്സിലായില്ലേ പറഞ്ഞത്? കാലിൽ വിളിച്ചുണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ചെല്ലണം. ഇരുട്ടത്ത് നിൽക്കരുത്. നമ്മളൊന്നും കൂടി നീങ്ങി നിർത്താൻ വെളിച്ചം കിട്ടും അല്ലേ? പറയും മനുഷ്യന്മാരെ. വെളിച്ചമുള്ളിടത്തേക്ക് നീങ്ങി നിൽക്കണം. അത് നല്ല നല്ല വിളക്കും കാലി ഇടക്കിടക്കിടക്ക് വരുന്നുണ്ട്. മൊയ്തീൻ ഷേഖ്, റിഫായി ഷേഖ്, തിരുപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയ വിളക്കും കാലുകൾ ഇടക്കിടക്ക് ഇങ്ങനെ വരും. അവർക്ക് ഇവിടുന്ന് വെളിച്ചം കിട്ടിയത് അവർ മുത്തുനബിയായ ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടി. മുഹമ്മദ് മുസ്തഫ വല്ലാത്ത വിശ്വവ്യാപകമായൊരു വെളിച്ചമാണ് മുഹമ്മദ് മുസ്തഫ. സർവകാലികമായ വെളിച്ചമാണ് മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്നാണ് ഇവർക്കൊക്കെ കിട്ടിയത്. അപ്പോൾ ആ വിളക്കും കാലിൻ്റെ ചൂട്ടിലേക്ക് നമ്മൾ നീങ്ങി കൊടുക്കണം. അതിനെ ചീത്ത അവിടെ നിൽക്കരുത്.
ചില മഹാന്മാരുണ്ട്, അവരെ മുഖത്തേക്ക് ഒരു വട്ടം നോക്കിയാലും വിജയിക്കും. പിന്നെ അയാൾ ഒരിക്കലും ദോഷിയാവുകയില്ല. പറഞ്ഞ ആളുകൾ അവർക്ക് എവിടെ വിളിച്ചു കിട്ടി? അവർക്ക് വിളിച്ചു കിട്ടിയത് മിന്നൂരി മുഹമ്മദ്. അവർക്ക് പറഞ്ഞു മിന്നൂരി മുഹമ്മദ്, മിന്നൂരി മുഹമ്മദ്, മിന്നൂരി മുഹമ്മദ്, മിന്നൂരി മുഹമ്മദ്, മിന്നൂരി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് ആ അഴകിലേക്ക് ചേർന്ന് നിൽക്കുക. എപ്പോഴും സ്വലാത്തിനെ പെരുപ്പിക്കുക. സ്വലാത്ത് ചെല്ലുന്ന ആൾക്ക് ആ അഴക് നിലനിൽക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 1000 സ്വലാത്തെങ്കിലും ദിവസം ചെല്ലിയാൽ ഈമാൻ നഷ്ടപ്പെടില്ല. എപ്പോഴും സ്വലാത്തില്ല, എപ്പോഴും സ്വലാത്തില്ല, എപ്പോഴും സ്വലാത്തില്ല. അതേപോലെ എപ്പോഴും ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പീടിയെ കയറിയാലും ഇറങ്ങിയാലും കച്ചവടത്തിനായാലും വന്നാലും എല്ലാ സമയത്ത് സ്വലാത്തില്ല ഈ ആയിട്ടൂടാ. നല്ല നല്ല സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിൽ നിന്ന് അത് മനസ്സിലാകാതെ പായണ്ടാട്ടാ. നമുക്ക് ഇതൊരു അന്തമില്ല. അന്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യന്മാർക്കില്ല. മനുഷ്യൻ അന്തല്ല. എന്നാൽ മനുഷ്യൻ ചിന്തിക്കാൻ കഴിയും, പക്ഷെ ചിന്തിക്കൂല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മളെ തൊട്ട് മുന്നിൽ അത്ഭുതങ്ങളുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? ദുനിയാവിനെ പറ്റി ഓടി ഓടി നമ്മൾ ആഖിറത്തിന്റെ വാതിൽ അടഞ്ഞു പോയ കാരണം. ഇത് ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാബദൻ അദീലൻ മൻ ഇലൽ മആലി ആൽ. ഉന്നത ശ്രേണിയിലേക്ക് കയറിയ ഈ ഒരു അടിമയ്ക്ക് തുല്യനായ ഒരടിമയെ കാണാൻ ഒരാൾക്ക് കഴിയുകയില്ല. അങ്ങനെയുള്ള അടിമയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അടിമയുടെ ചൊറുക്ക് കണ്ട് നടന്നോടി. ആ ചൊറുക്കാണ് ഈ പറയുന്നതെല്ലാം. റബീഉൽ അവ്വൽ അവസാനിക്കുകയാണ്. റബീഉൽ അവ്വൽ അവസാനത്തെ ദിവസം വരെ മുത്തനബിയെ പറ്റി മാത്രമേ പറയുള്ളൂ എന്ന് ഞാൻ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ നേർച്ചയാക്കിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം കൂടി അത് പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതെന്തിനാണെന്നാൽ വെളിച്ചില്ലാത്ത നമുക്ക് ആ വളക്കങ്കാലിൻ്റെ ചോട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരിക്കലും വിളിച്ചില്ല, പിന്നെ വെളിച്ചം കിട്ടണം. അവിടുത്തെ കയ്യിൽ എല്ലാവർക്കും കൊടുക്കാനും വിളിച്ചിട്ടുണ്ട്. നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ ചുറ്റിത്തിരിയ. മരിക്കുന്നതിന് മുമ്പെങ്കിലും മദീന എന്ന് കൽബൊന്ന് മദീനയാക്കാൻ കഴിഞ്ഞാലും രക്ഷപ്പെടും. മദീന ഇവിടെ ഉണ്ട്. ഇതാണ് മദീന. ചിന്തയിൽ മാത്രം റസൂലാണെങ്കിൽ നിന്റെ ഭൂമിയാകുന്ന കൽബുണ്ടല്ലോ, ആ കൽബ് മദീനയായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മദീനയാണ്, അത് മദീനയാണ്, അത് മദീനയാണ്, അത് മദീനയാണ്, അത് മദീനയാണ്, അത് മക്കയാണ്, അത് മദീനയാണ്, അത് മക്കയാണ്. നിന്റെ ഇവിടെ ഉണ്ടല്ലോ, ഇത് ഇവിടെ മദീനയാണ്, ഇവിടെ മദീനയാണ്, ഇവിടെ മദീനയാണ്, ഇവിടെ മദീനയാണെങ്കിൽ ഇവിടെ മക്കയുമാണ്. എന്തുകൊണ്ട്? മദീനയല്ലേ മക്ക, മദീനയാണല്ലോ മക്ക. فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. അങ്ങേക്ക് ഇഷ്ടമായതുകൊണ്ട് മക്ക ഖിബിലയാക്കി കൊള്ളി മുഹമ്മദ് നബിയെ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് മദീനയാണ് മക്ക. മദീനയും ഇത് തന്നെയാണ്, മക്കയും ഇത് തന്നെയാണ്. ഇതാകട്ടെ മൽഹർ മുഹമ്മദുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഇനി ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബ്. ഒന്ന് കൈ വണ്ടിക്ക് ഞാൻ കൽബ് കൊണ്ടായി പ്രസംഗം നടത്തണട്ടാ, വായുകൊണ്ടല്ല. ഇത് കൽബ് കൊണ്ട് പറയുന്ന വാക്കാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതന്നെയാണ് മദീന, ഇതന്നെയാണ് മക്കയും. ഇത് മദീനയും ഇത് മക്കയാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ത്വാഫിയും മലക്കുകൾ നമ്മളെ ചുറ്റും. ആര് ചുറ്റും? നീ കഅബയായി മാറും, ഈ കഅബയാവും. എന്നിട്ട് തന്നെ മലക്കുകൾ ചുറ്റും. ഉറപ്പ്, ഉറപ്പ്, ഉറപ്പ്. കഅബയെ ചുറ്റുവാർ കുതുബാണോരെല്ലാരും കഅബ തവാഫെന്നെ താൻ ചെയ്യുമെന്നോർ. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. കഅബയെ ചുറ്റുവാർ കുതുബാണോരെല്ലാരും
കഅബ തവാഫന്നെ താൻ ചെയ്യുമെന്നോർ. നിന്റെ ഹൃദയം മദീനയായാൽ നിന്റെ ഹൃദയം മക്കയാകും, നിന്റെ ഹൃദയം മക്കയായാൽ നിന്റെ ഹൃദയം മദീനയാകും. പക്ഷെ അവിടെ ആര് വേണം? അവിടെ ഒരാൾ പാർക്കണം. ആരാണ് ആള്? മുഹമ്മദ്. കഫനൂന് കമാലിയത്ത് കടം പിടിച്ചു മടക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ടും കൊതിച്ചു ഞാൻ. ഇച്ചാമസ്ഥാൻ മലയാളം കണ്ട ഏറ്റവും വലിയ സൂഫിയാണ്. ഇച്ചാമസ്ഥാന്റെ ബെയ്ത്താണ് ചൊല്ലിയത്. കഫനൂന് കമാലിയത്ത് കടം പിടിച്ചു മടക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ടും കൊതിച്ചു ഞാൻ. ആ കവി കരയാണ് മുഹമ്മദിയ കൽപാദത്തിന്റെ ചുവട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കവിയുടെ മനസ്സ് തന്നെയാണ് മദീന, കവിയുടെ മനസ്സ് കാവ്യ മനസ്സ് തന്നെയാണ് മക്കയും. അപ്പോൾ പിന്നെ ഇങ്ങനെ ത്വാഫിയും ആര് ത്വാഫിയും മലക്കൾ തന്നെ ചുറ്റും. നിനക്കെന്താ വേണ്ടത്, നിനക്കെന്താ വേണ്ടത്, നിനക്കെന്താ വേണ്ടത്? ധന്യ മോമിനെ നമ്മളെ ആര് ചുറ്റും? പറയേ. റാണിയെ തേനീച്ച ചുറ്റുന്നത് പോലെ മുമ്മിനെ നിന്റെ ഹൃദയത്തിൽ മുഹമ്മദ് ഉണ്ടെങ്കിൽ നിന്നെ മലക്കുകൾ ചുറ്റി നടക്കും. നിനക്കെന്താ വേണ്ടത്, നിനക്കെന്താ വേണ്ടത്, നിനക്കെന്താ വേണ്ടത്? മലക്കുകൾ ഇങ്ങനെ ചോദിക്കും. സാലിഹായ ജിന്നുകള് മലക്കുകളും സാലിഹായ ജിന്നുകളും ഓടി നടക്കും. വൽ ജിന്നു തഹ്തിഫു വൽ അൻവാറു സാതിഅത്തുൻ വൽ ഹഖു യദ്ഹറു മിൻ മഅനൻ വമിൻ കലിമി മൗലായ സല്ല. അടക്കം പറഞ്ഞോടി നടന്നുനാണ്, അടക്കം പറഞ്ഞോടി നടന്നുനാണ്. വൽ ജിന്നു തഹ്തിഫു വൽ അൻവാറു സാതിഅത്തുൻ. പ്രകാശ വലയങ്ങൾ ഇങ്ങനെ പൊങ്ങിത്താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്. നീലവിഹായസ് നീലാംബരം മുതൽ താഴെ വീണ് മണ്ണ് വരെയും എവിടെയും എവിടെയും പ്രകാശമാണ്. ഇത് അഴകിന്റെ അഴകാണ്, അഴകാണ് മുഹമ്മദ്. അതിനേക്കാൾ വലിയ അഴകില്ല. അല്ലാഹുവിന്റെ ജമാലിന്റെ മൽഹറാണ് മുഹമ്മദ്. ആ മുഹമ്മദിന്റെ ജമാലിന്റെ മൽഹറാകാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊന്നും ഇനി ചാൻസ് കുറയും. എന്തുകൊണ്ട്? ഇനി ഔലിയാക്കന്മാരെ നിഷേധിച്ച് നടക്കുകയാണ് മനുഷ്യന്മാർ. ഞാൻ കാലമൊക്കെ കഴിയും ഇന്നും. അപ്പോൾ മനുഷ്യന്റെ മേൽ എല്ലാവരും അധികാരികളാവും. നിന്നെ ആർക്കും വേണ്ടാതിരിക്കും. നിന്നെ കണ്ടാൽ കാക്കിച്ചു തുപ്പും. നമസ്കരിക്കണില്ലേ? ഉണ്ട്, പക്ഷെ നിന്റെ ജമാലില്ല. മുഹമ്മദ് ഉണ്ടെങ്കിലേ ജമാൽ ഉണ്ടാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിന്നോട് ഗോബാക്കെന്ന് വിളിക്കും. എന്നാൽ കൈയും കാട്ടി സ്വീകരിച്ച് ഞാൻ അറേബ്യയിലേക്ക് തിരിച്ചു പോകാവുകയാണെന്ന് പറഞ്ഞപ്പോൾ പൊട്ടി പറഞ്ഞ് കരഞ്ഞ് രാജാക്കന്മാർ പെൺമക്കളെ കലിമ ചൊല്ലിപ്പിച്ച് കെട്ടിച്ചു കൊടുത്തതാണ് നിന്റെ പൂർവികന്മാർ. അവരുടെ മുഖത്ത് ജമാല് മുഹമ്മദ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പറ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പറ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അറേബ്യയിൽ നിന്ന് 1, 2, 3 ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ രാജാക്കന്മാർ എന്ത് ചെയ്ത്? അവരെ പെമ്പിള്ളേരെ വരെ കലിമ ചൊല്ലിപ്പിച്ച് ഇവർക്ക് കെട്ടിച്ചു കൊടുത്തു. എന്തിനാ കെട്ടിച്ചു കൊടുത്തത്? ഞങ്ങൾ തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോകല്ലേ, തിരിച്ചു പോകല്ലേ. ആ മുഖസൗന്ദര്യവും മുഖശ്രീത്വവും കണ്ടിട്ട് ഞങ്ങൾക്ക് പൂതി തീർന്നിട്ടില്ല. നിങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ നാട് ഒന്നുകൂടി മനോഹരമായിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾ പോകരുത്. അതേ ജനതയുടെ പിൻഗാമികൾ പറയാ ഗോ ബാക്ക്, പോയിക്കോളി. എന്തുകൊണ്ട്? നിനക്ക് നിസ്കാരമുണ്ട്, ജമാല് മുഹമ്മദില്ല. നിനക്ക് നോമ്പുണ്ട്, ജമാല് മുഹമ്മദില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് നിസ്കാരം, ഒരു രാഷ്ട്രീയം പറയാൻ നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നിസ്കാരം. നമ്മൾ നിസ്കരിക്കണോ? പഠിച്ചും കൂടിയിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ തലയെ കെട്ടിയിട്ട് പിടിച്ചു പോകും. ഞങ്ങൾ മൊബൈലുകളെല്ലാം ഞങ്ങൾ തല്ലേ പെങ്കിളിയായി. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? ഇന്നത്തെ നിസ്കാരം വരെ കമ്മ്യൂണിസ്റ്റ് നിസ്കാരമാണ്. പൊട്ട ഇന്നത്തെ നിസ്കാരത്തിന് കമ്മ്യൂണിസ്റ്റ് നിസ്കാരം എന്നാ പറയുക. നമ്മളാണ് നിസ്കരിക്കുക, പഠിച്ചോണ്ട് കൂലിയില്ല, ഇല്ലെങ്കിൽ പിടിച്ചു പോകും. എനിക്കൊന്നും ബേജാറില്ല. എൻ്റെ പേര് റഹ്മത്തുള്ള എന്നാണ്. എന്നെ അറിയില്ലേ? എനിക്കറിയില്ല. എനിക്കില്ലാത്ത വയറിളക്കം നിങ്ങൾക്ക് ഉണ്ടാണ്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, എവിടുക്കാടാ നിന്റെ നിസ്കാരം പിടി? നിന്റെ നിസ്കാരമൊക്കെ ചുരുട്ടിക്കൂട്ടി തോട്ടക്ക് വലിച്ചെറിയടാ പടച്ചോൻ. മുഹമ്മദിന്റെ അഴക് കാണാത്തവന്റെ നിസ്കാരം എന്ത് കുന്തമാടാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് നിസ്കാരം. നമ്മളാണ് നിസ്കരിക്കുക, നമ്മളാണ് നോൽമ്പ് വെക്കുക, നമുക്ക് എന്നും നോൽമ്പ് എന്നും നിസ്കാരം. മുത്തുനബി നമുക്ക് ഇഷ്ടമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വണ്ടിയെ കയറിയ തുപ്പ,
പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയാൽ തുപ്പ, ബസ് കയറിയാൽ തുപ്പ. എൻ്റെ മൂപ്പർക്ക് നോമ്പാണ്. അരക്കൈക്ക് പറ്റില്ല. എവിടെയൊക്കെ കൈയിട്ട് വാരാൻ പറ്റുമോ അവിടെയൊക്കെ കൈയിട്ട് വാരി നടക്കുന്ന നേതാക്കന്മാർക്ക് ഇപ്പോൾ രാവും പകലും നോമ്പാ. അരക്കൈക്ക് പറ്റുമോ? ഇല്ല. നിയമസഭയിൽ ആരെങ്കിലും വില വെക്കില്ല, രാജ്യസഭയിൽ ആരും വില വെക്കില്ല. എന്തേ? മുഹമ്മദിന്റെ പ്രത്യക്ഷമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മലയാളം പോലും അറിയാത്തൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ കയറി ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധി എണീറ്റുന്നു. ഇംഗ്ലീഷ് അറിയാനായിട്ട് മലയാളം അറിയില്ല. ആർക്ക് 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 നിങ്ങളെന്താ നോക്കിയിരിക്കണം? ആർക്ക്? നിങ്ങൾ എന്നോട് തെറ്റിയോ? നിങ്ങൾ എന്നോട് പിണങ്ങിയോ? നിങ്ങൾക്ക് പറ്റിയില്ലേ? ആർക്ക്? ഇംഗ്ലീഷല്ല, മര്യാദക്ക് മലയാളം അറിയില്ലായിരുന്നു. ആർക്ക്? ബാഫക്ക് തങ്ങൾ അത്ര വലിയ ഭാഷാ സാഹിത്യം അറിയുന്ന ആളൊന്നുമല്ല. പക്ഷെ ആ മനുഷ്യൻ കയറി ചെന്നപ്പോൾ നിരങ്ങാൻ എണീറ്റുന്നു. കാരണം മുഖത്തഴകുണ്ട്. ആരുടെ അഴക്? ജമാൽ മുഹമ്മദ്. ആ അഴക് എവിടുന്ന് കിട്ടിയതാണ്? മുഹമ്മദിയ പേരക്കുട്ടിയാണ്. മുഹമ്മദിൻ്റെ അഴകാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരങ്ങാൻ എണീറ്റുന്നു. പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾ പിന്നെ ചോദിച്ചു, മാഡം അത് ചെയ്തത് ശരിയായോ? പ്രോട്ടോകോൾ ലംഘിച്ചില്ലേ? അപ്പോൾ പറഞ്ഞു, ആ മനുഷ്യൻ്റെ മുന്നിൽ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പ്രധാനമന്ത്രിയുടെ ചേംബറിൽ പ്രജ ചെല്ലുമ്പോൾ പ്രധാനമന്ത്രി എണീക്കാൻ പാടില്ല. മനസ്സിലായ പറഞ്ഞത്? നമ്മൾ ചെല്ലുമ്പോൾ കലക്ടർ എണീറ്റുന്നാൽ പിന്നെ ഭരണാധികാരിക്ക് എൻ്റെ വിലയുള്ളത്. മനസ്സിലായോ പറഞ്ഞത്? എന്തേ? അപ്പോൾ പറഞ്ഞു, എന്തേ പ്രോട്ടോകോൾ തെറ്റിച്ചു? എന്തേ? എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. എന്നാണ് എവിടുന്നാണ് ബാപ്പക്ക് കഥ അറിഞ്ഞത്? ബാപ്പക്ക് നിന്നെ പോലെ കേംബ്രിഡ്ജിലെ ഇംഗ്ലീഷ് ഒന്നും അറിയുമായിരുന്നില്ല, സ്കോട്ടിഷ് ഇംഗ്ലീഷ് അറിയുമായിരുന്നില്ല, ലണ്ടനിലെ ഭാഷാശാസ്ത്രത്തിന്റെ മഹാപാഠങ്ങളൊന്നും ആ മനുഷ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും നിന്റെ സയൻസിന്റെ അക്ഷരമാലകളൊന്നും ബാപ്പക്ക് അറിയുമായിരുന്നില്ല. ബാപ്പക്ക് അത്ര വലിയ വിദ്യാഭ്യാസ വിചക്ഷണമായിരുന്നില്ല. പക്ഷെ ആ മനുഷ്യന് ചെറിയ ഒരു ജീവിതം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിഞ്ഞത് ഇന്ന് കോടാന മനുഷ്യരൊന്നിച്ചാൽ ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ട്രെയിനെ കൂടി തുപ്പിയാണെന്നൊന്നും കാര്യമല്ല. മുഖത്ത് ജമാൽ മുഹമ്മദ് ഉണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. കണ്ടോടത്ത് നോമ്പോലൊന്നും കാര്യമില്ല. ഞാൻ നോമ്പ് നിൽക്കണ്ടേ? നോറ്റോ കൊളസ്ട്രോൾ പറയും, നല്ല കാര്യം ഉണ്ടാവില്ല. റസൂലുള്ളാഹിനെ സ്വീകരിക്കാതെ, റസൂലുള്ളാഹിന്റെ വൽപ്പത്രം മനസ്സിലാക്കാതെ നോമ്പ് പോറ്റാൽ കൊളസ്ട്രോളിന് കുറവുണ്ടാവും, ഷുഗറിന് കുറവുണ്ടാവും, വല്ലാതെ കാര്യമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജനങ്ങളെ. അവിടേക്ക് നമ്മൾ തിരിച്ചു പോകണം ഇൻഷാ അല്ലാഹ്. അതിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, ഒരു സമൂഹം ഇനി ഇവിടെ വരാൻ പോകുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതിനൊക്കെ പാഠം ഉൾക്കൊള്ളുന്ന കുട്ടികൾ വരും. ആ കുട്ടികൾ അടുത്ത ഒരു ചരിത്രം ഉണ്ടാക്കും. ആ കുട്ടികൾ ഇവിടെ വിട്ടുപോയ കണ്ണികളെ ഇഴകി ചേർക്കും ഇൻഷാ അല്ലാഹ്. അതാണ് എൻ്റെ പ്രതീക്ഷ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ മനസ്സിലായ കുട്ടികൾ ഇവിടെ വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നന്മ തീർന്നു വിചാരിക്കണ്ട, തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അവർക്ക് നബിയെ പറ്റിയുള്ള പാട്ട് പഠിപ്പിക്കുക, നബിയെ പറ്റിയുള്ള പ്രസംഗം പഠിപ്പിക്കുക. അവരെ കൽബിൻ്റെ ഓരോ കുത്തിലും എന്ത് കയറട്ടെ? നബി അഴക് കയറട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഓരോ കുത്തിലും, രോമക്കുത്തിലും എന്ത് കയറണം? നബിയോടുള്ള അഴക് കയറണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടികളും വരും. ആ കുട്ടികൾ വന്നാൽ അത് വലിയൊരു ജനതയായിരിക്കും. അവർ വരുമ്പോൾ അവരെ കൂടെ മഹാനായ ഇമാം മഹ്ദി ഉണ്ടാകും റളിയല്ലാഹു അൻഹു. മഹ്ദി ഇമാമിന് ഇവിടെ കുറച്ച് ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ സമയമായി തുടങ്ങി. അവർ മൊത്തം ജമാൽ മുഹമ്മദിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തിൽ ഉള്ള കുട്ടിയായിരിക്കും ആര്? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അവർക്ക് കുറച്ച് ആളുകളുണ്ടാവും. അവർക്ക് റസൂലുള്ളാഹി നല്ല ചിന്ത ഉണ്ടാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ റബ്ബും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അഴകിലാണ് ജീവിക്കുക അവർ. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും തന്നെ പ്രതീക്ഷ. അതുകൊണ്ട് അഹങ്കാരങ്ങളൊക്കെ മാറ്റി വെക്കുക. അഹങ്കാരത്തിനൊന്നും വിലയില്ല, ഒന്നും നിനക്കാൻ കഴിയില്ല. പഴമുണ്ടാകുന്നതിനനുസരിച്ച് വൃക്ഷവും വിനയം തന്നെയായിരിക്കും. എത്രയാണ് പഴത്തിന് കനമുള്ളത് അത്രയും മരം വിനയം കാണിക്കുമല്ലോ. അതേ സമയത്ത് മരത്തിൽ ഫലമില്ലെങ്കിലോ? നോക്കൂ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല.
മരത്തിന് രണ്ടവസ്ഥ ഉണ്ട്. നല്ല പഴമുണ്ടെങ്കിൽ മരം കൊമ്പ് ഇങ്ങനെ താഴ്ത്തി പിടിക്കും. ഫലമില്ലാത്ത മരം ഇപ്പം എല്ലാവരും ഇങ്ങനെയാണ്. നിങ്ങളിൻ്റെ കൂടെ അല്ല. എന്തുകൊണ്ടാ കിബറുണ്ടായത്? സാധനം കയ്യിലില്ല. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? എന്തൊരു ഉറക്കാണത്. പഠിച്ചൊക്കെ എൻ്റെ ഈ പറഞ്ഞ മരമൊക്കെ എങ്ങനെയാ? എൻ്റെ മരത്തുമ്മൽ ഒന്നുമില്ല. പിന്നെ മരത്തുമ്മൽ എന്തുണ്ടാവും? മാങ്ങ ഉണ്ടാകുന്ന എത്രയാണ് ഫലത്തിന്റെ കനം ഉള്ളതോ അത്രയും കൊമ്പുകൾ. അങ്ങനെക്കൂ മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാരണം എന്താ? എന്തില്ല കായില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകം. ഒക്കെ എങ്ങനെയാ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഓനൊരു 1 ഏക്കർ ഭൂമി വേണം. അതിന്റെ അപ്പുറത്ത് 2 ആളും കൂടി നിൽക്കുന്ന സ്ഥലം കൂടി ഓൻ ഒറ്റക്ക് എടുക്കും. ഇതാണ് സാധനം. നിങ്ങൾക്ക് പറഞ്ഞത് സത്യം മനസ്സിലായില്ലേ? നിസ്കാരത്തിൽ പോലും ഒതുങ്ങി കൊടുക്കില്ല. ഞാൻ എന്തിനാ ഒതുങ്ങുന്നത്? ഞാൻ അള്ളാഹുവിന്റെ വലിയ ആളല്ലേ? സത്യാണോ അല്ലേ? ചിന്തിക്ക്. നിസ്കരിക്കാൻ നിന്ന് അടുത്തുനിന്നാ കുടുങ്ങി. അഹങ്കാരം, ഓക്കഹങ്കാരം. അതാ ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നിസ്കാരം. നമ്മളെ നിസ്കരിക്കുക, പഠിച്ചോണ്ട് കൂലി തരിക. ഇല്ലെങ്കിൽ പഠിച്ചോണ്ട് കയ്യിൽ നമ്മൾ തൊഴിലാളികളെ സംഘടിപ്പിച്ച് പിടിച്ചിടുക. ഞങ്ങൾക്കും വയലുകളെല്ലാം ഞങ്ങളതല്ലേ പൈങ്കിളിയെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങുക. നേരമായി കഴിഞ്ഞിട്ടുണ്ട്. അഹങ്കാരമൊക്കെ അവസാനിപ്പിക്കുക. അഹങ്കാരം അവസാനിക്കണമെങ്കിൽ ഖൽബിന്റെ ഉള്ളിൽ ഒരു വെളിച്ചം കിട്ടണം. ആ വെളിച്ചം റസൂലുള്ളാഹിനെ കിട്ടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാകാത്തവർക്കൊന്നും മനസ്സിലാവില്ല. അള്ളാഹു നമുക്ക് നന്മ. ഈ നാടൊക്കെ ഒരുപാട് സ്വാധീനങ്ങൾ കടന്നുപോയ നാടാണ്. ഇതിൻ്റെ അടിസ്ഥാനം സുന്നത്തിയമായത്താണ്. അൽഹംദുലില്ലാ. നിങ്ങൾ ഈ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഓരത്ത് നിങ്ങൾ 7 ദിവസം ഇത് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കോഴിക്കോട് നമ്മൾ സ്വഹാബത്തിൻ്റെ മണ്ണാണ്. അള്ളാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അത് നമുക്ക് നശിക്കാൻ പാടില്ല. 18-19 കൊല്ലമായി കോഴിക്കോട് നമ്മളെ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാനത് നിർത്താതിരിക്കാനുള്ള കാരണം എന്താ? അതിന്മേൽ അള്ളാഹിൻ്റെ കോടതിയിലെത്താൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കടന്നിറങ്ങുന്ന ഒരു മണ്ണാണിത്. സ്വഹാബത്ത് വന്ന് കപ്പലിറങ്ങിയ നാടാണ്. ആ നാടിന് എന്തെങ്കിലും ഒരു വാക്ക് അള്ളാഹുവിൻ്റെ നന്മ കൊടുക്കാൻ പറയാൻ കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ കോടതിയിൽ ആ സത്യസന്ധമായ പ്രക്ഷോഭിതമായ നാടുകളിൽ വെളിച്ചം നഷ്ടപ്പെടാതെയാക്കുന്നതിൽ നമ്മുടെ ചെറിയ ഒരു സേവനമുണ്ട് എന്ന് അന്ത്യനാളിൽ വായിച്ചാലോ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ ഒന്നുമല്ല. ഈ വെളിച്ചം കെടാതിരിക്കാൻ വേണ്ടിയാണ് കോഴിക്കോട് 19 കൊല്ലായി ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോഴും നിർത്താതെ പോകുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിൽ മരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒരു വലിയ കാലം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ആ കാലത്ത് നമ്മൾ ഉണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും അവർ നേടും. പക്ഷെ നമ്മൾ നഷ്ടപ്പെടുമെന്ന് പേടിക്കണം. ഒരു ജനത ഇവിടെ വരാൻ പോകുന്നുണ്ട്. ആ ജനത വല്ലാത്ത ജനതയായിരിക്കും. അവർക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പൊരുത്തം കിട്ടും. അവർ മഹ്ദിമാമിൻ്റെ കൂടെ ഉണ്ടാവും. റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ജനതയുടെ മുൻഗാമികളാണ് നമ്മളെന്ന ബോധം നമുക്കുണ്ടാവണം. മറ്റൊന്നും നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ മുഹമ്മദിയ അഴകിലേക്ക് ചേർന്ന് നിൽക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം വേണ്ടേ വേണം, നോമ്പ് വേണ്ടേ വേണം. പക്ഷെ റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം, റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവും പകലും സ്വലാത്തില്ല. പിന്നെ ബാക്കിയൊക്കെ അള്ളാഹു ലെവലാക്കി തരും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ.